السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. لا يكلف الله نفسا إلا وسعها. അതാണ് ഇനി നമുക്ക് അർത്ഥമാക്കാനുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തോടും അല്ലാഹു കീർത്തിക്കുകയില്ല ഇല്ലാ ഉസ്അഹ, അതിന്റെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടതല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും അതാ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതേ കൽപ്പിക്കും, അല്ലാത്തൊന്നും കൽപ്പിക്കും. ദീനിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. കഴിവിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒന്ന് അള്ളാന്റെ ദീനിലുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റുമോ? ആദ്യം എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? നിസ്കാരം കൊണ്ട് കൽപ്പിച്ചപ്പോ ഒരാൾക്കിപ്പോ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നോന്ന്, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടക്കാൻ പറയും. നിൽക്കാൻ കഴിയാത്തവന് നിന്നിട്ട് തന്നെ നിസ്കരിക്കാവെന്ന് പറഞ്ഞിട്ടില്ല. ശരീരവും മനസ്സും സമ്പത്തും ചെലവഴിക്കേണ്ട അമലാണ് ഹജ്ജ്. അതിനൊരാൾക്ക് സമ്പത്തില്ല, പോണെന്ന് പറഞ്ഞില്ല. ആരോഗ്യമില്ല, പോണെന്ന് പറഞ്ഞില്ല. ഇപ്പൊ സുബഹി 2 റക്അത്ത് എത്ര എളുപ്പമാണ്. ഇതെങ്ങാനും 20 റക്അത്താക്കി എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഉറങ്ങി നീച്ച ഉടനുള്ളതാണ്. അപ്പൊ 4 ആക്കണ്ട, 2. ആകെ 24 മണിക്കൂറിനിടയിൽ ഒരു 17 റക്അത്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. മറ്റൊക്കെ സുന്നത്തല്ല. 24 മണിക്കൂറിനിടയിൽ 17 റക്അത്തിന് ആകെ ഒരു 20 മിനിറ്റ് ഉണ്ടാവില്ല. നിർബന്ധമായിട്ട് നിസ്കാരം ഏൽപ്പിച്ചത് ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്. എത്ര എളുപ്പമാണ്. അള്ളാഹു ഒരു മനുഷ്യന്റെ കഴിവിന്റെ പരിധിക്ക് അപ്പുറത്തുള്ള അവനോട് പറയില്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇത്. ഇനി അതിന് മുമ്പുള്ള വാക്കുകളുമായി ആയത്തുകളുമായി ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കാരണം ഇത് മുഅ്മിനീങ്ങൾ പറഞ്ഞതായി അല്ലാഹു തആല ഉദ്ധരിക്കുകയാണോ അല്ലെങ്കിൽ അള്ളാഹു മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പറയുകയാണോ എന്നതിൽ 2 അഭിപ്രായം. ഇപ്പൊ നേരത്തെ മുഅ്മിനീങ്ങൾ പറഞ്ഞായിട്ട് അള്ളാഹു പറഞ്ഞു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിച്ചു, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ആ മുഅ്മിനീങ്ങൾ പറയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അള്ളാഹു ഒരു മനുഷ്യന്റെ കഴിവിൽ പെടാത്ത പറയില്ലല്ലോ, പിന്നെ നമ്മളെങ്ങനെ അനുസരിക്കാതിരിക്കുക? അള്ളാഹു തആല പറഞ്ഞ മുഴുവനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അനുസരിക്കലും ഉൾക്കൊള്ളലും വിശ്വസിക്കലും നിർബന്ധമാണ്. അതുകൊണ്ട് സമീഅനാ വഅതഅനാ അങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അല്ലെങ്കിലോ ഇത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ അറിയോ? മുഅ്മിനീങ്ങൾ പറഞ്ഞല്ലോ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, പടച്ചോനെ ഞങ്ങളിട്ട് വല്ല പിഴവുകളൊക്കെ വരികയാണെങ്കിൽ പൂർത്തി അറിഞ്ഞട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നക്കാണ്ട് ചെയ്തോളി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. മനസ്സിൽ ഇങ്ങനെ വരുന്ന സംശയങ്ങള്, മനസ്സിൽ ഇങ്ങനെ വരുന്ന മോശപ്പെട്ട ചിന്തകള്, ഇതൊന്നും അല്ലാഹു തആല പിടികൂടി ശിക്ഷിക്കണമല്ല. അതൊക്കെ അല്ലാഹു തആല പരിഹരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ഒരു ധ്വനി, ഒരു തത്വം അതിലുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള അല്ലാഹു തആല നിർബന്ധിച്ചിട്ടില്ല. ഒരാളെ മനസ്സിൽ ഇങ്ങനെ വെറുതെ ഓരോ ചീത്ത ചിന്തകൾ വരികയാണെങ്കിൽ അതിനൊന്നും ആഖിറത്തിൽ ശിക്ഷ കിട്ടൂല. അത് നടപ്പിലാക്കാതിരുന്നാ മതി. അങ്ങനെ ഒരു ധ്വനിയും കൂടി അതിൻ്റെ ഉള്ളിൽ. അതോടുകൂടി ഈ ആയത്തിന്റെ ആമന റസൂലിന് നേരെ മുമ്പുള്ള ആയത്ത് ബേജാറാണ് ആയത്ത്. ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ. നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഹിസാബ് ചെയ്യുന്നു. ഈ ആയത്ത് ഇറങ്ങിയോടുകൂടി സ്വഹാബാക്കൾക്ക് ബേജാറായി. അവർ റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് വന്ന് പറഞ്ഞു, മുത്തനബിയെ, ഹജ്ജ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാം, നിസ്കരിക്കാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നിസ്കരിക്കാം, നോമ്പോക്കാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പോക്കാം. പടച്ചോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും
ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇത് മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ഓരോ മോശപ്പെട്ട ഇങ്ങനെ നിർഗളിച്ചു വരിക, ഉള്ളിന്റെ ഉള്ളിൽ അനിയന്ത്രിതമായി വരുന്ന ഓരോ ചിന്തകളും അത് തന്നെ ആഖിറത്തിൽ പിടികൂടി ശിക്ഷിക്കപ്പെടും, ഹിസാബ് ചെയ്യുന്നു പറഞ്ഞാൽ അത് അനുസരിക്കാൻ കഴിയും. അത് അനുസരിക്കാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് വഹിക്കുക, അത് ഉൾക്കൊള്ളുക, അത് നടപ്പിലാക്കാൻ അതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മുത്തനബി പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ ഏത് കൽപ്പനകളെയും കേട്ടാൽ അനുസരിച്ചു വിശ്വസിച്ചു എന്നാണ് പറയേണ്ടത്. അല്ല നിങ്ങൾ എന്ത് പറയരുത്, ബനൂ ഇസ്രായേൽ പറഞ്ഞാരി സമീഅനാ വഅസൈനാ എന്ന് പറയരുത്. നിങ്ങൾ പറയേണ്ടത് സമീഅനാ വഅതഅനാ എന്നാണ്. അപ്പൊ അവരെല്ലാരും കൂടി പറഞ്ഞു സമീഅനാ വഅതഅനാ. എന്നിട്ട് അവര് പറഞ്ഞു ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഞങ്ങളടുത്ത് വല്ല അപാകതകളും സംഭവിച്ചെങ്കിൽ പൊരുത്തപ്പെട്ടാന്ന് പറയാം. അപ്പൊ അല്ലാഹു തആല ഇതിനെ എല്ലാത്തിനും കൂടി സമാധാനിപ്പിച്ച് പറയാണ്, ഞാൻ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ചിന്തകളും പുറത്തേക്ക് ചീറ്റുന്ന കാര്യങ്ങളും എല്ലാം ഹിസാബ് ചെയ്യുന്നു പറഞ്ഞാൽ ആരും പേടിക്കണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന്റെ കഴിവിൽ പെടാത്തൊന്നും അല്ലാഹു തആല ഏൽപ്പിക്കൂല. അങ്ങനെ മൊത്തം ഒരു വർത്താനം പറഞ്ഞിട്ട് ഒരു സമാധാനമായി. എന്താ സമാധാനം? അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ ഇങ്ങനെ വരുന്ന ചിന്തകളൊന്നും അല്ലാഹു തആല അതൊരു നെവർമൈൻഡ് ആക്കും, അതൊന്നും ഹിസാബിൽ വരൂല എന്നൊരു സമാധാനം ഇത് കേട്ട മുഅ്മിനീങ്ങൾക്ക് വരും. അങ്ങനെ മുഅ്മിനീങ്ങളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാതെ മുഅ്മിനീങ്ങൾ പറഞ്ഞാണ് എന്ന് അർത്ഥം വെക്കുകയാണെങ്കിലോ, മുഅ്മിനീങ്ങൾ നേരത്തെ പറഞ്ഞു സമീഅനാ വഅതഅനാ, നമ്മൾ എല്ലാം കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. എങ്ങനെ നമ്മൾ കേൾക്കാതിരിക്കും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തിനോടും അതിന് വഹിക്കാൻ കഴിയുന്നതിലപ്പുറം അല്ലാഹു തആല പറയില്ലല്ലോ. അപ്പൊ അല്ലാഹ് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കണല്ലോ, കാരണം കേൾക്കാൻ പറ്റണല്ലേ പറയണുള്ളൂ എന്ന്. ഇനി ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഗതി കൂടി ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. 4ാം ദിവസമല്ല. ഇന്നലെ, ഇന്ന്, നാളെ. സമീഅനാ വഅതഅനാ മാലിയാണ്. അപ്പൊ ഇന്നലെ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു, അനുസരിച്ചു. ഇന്ന് ഗുഫ്രാനക, നിന്നോട് പൊറുക്കലിന് തോടാണ് റബ്ബേ. ഇപ്പോ ഈ നാളെ വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അപ്പോ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ഇതിൽ പെട്ടു. ഇന്നലെ പെട്ടു സമീഅനാ വഅതഅനാ, ഇന്ന് പെട്ടു ഗുഫ്രാനക, ഇന്ന് ഞങ്ങൾ അവസ്ഥ നിന്നോട് പൊറുക്കലിന് ചോദിക്കുന്ന. നാളെ പെട്ടു വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് ഞങ്ങൾ നാളെ മടങ്ങി വരും. അപ്പൊ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുന്ന ആയുസ്സിന് മുഴുവനും ഈ ആയത്തിൽ അള്ളാഹു തആല വരിഞ്ഞു കെട്ടി അതിൽ ഉൾപ്പെടുത്തുകയാണ്. ഈ 3 കാര്യം ഇന്നലെ, ഇന്ന്, നാളെ അള്ളാഹ്ക്ക് സമർപ്പിച്ചാൽ പിന്നെ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിവിൽ പെടാത്ത ഒന്നും ഒരു മനുഷ്യനെയും അള്ളാഹു ഏൽപ്പിക്കുകയില്ല. അവൻ കാരുണ്യവാനാണ്, അവൻ അലിവുള്ളവനാണ്, കനിവുള്ളവനാണ്, അവൻ പൊറുക്കുന്നവനാണ്. ഓരോ മനുഷ്യനും സ്വർഗത്തിൽ കടക്കണമെന്ന് ഓരോ ആളുകൾക്കും എത്ര ആഗ്രഹമുണ്ട്. അതിനേക്കാൾ ആഗ്രഹം അവനെ സൃഷ്ടിച്ച റബ്ബിനാണ്. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ തെറ്റിനെ തെറ്റായി കനത്തിൽ എഴുതി കണക്കൂട്ടി അങ്ങനെ തന്നെ പിടിച്ചു വലിച്ച് ഹിസാബ് എടുത്തിട്ട് ആ സാധുവിനാണ് നരകത്ത് കിട്ട് കരിക്കണേ. ഒരു ഭീകരനായ അള്ളാഹു അല്ല. അള്ളാഹു തആല മനുഷ്യന്മാര് തെറ്റ് ചെയ്യുന്നറിയാം. അതിന് അള്ളാഹു തആല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തൗബക്കുള്ള അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതുകൊണ്ട് പേടിക്കണ്ട. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം, വഹിക്കാൻ കഴിയുന്നതിലപ്പുറം, എടുക്കാൻ കഴിയുന്നതിലപ്പുറം ഒന്നും അള്ളാഹു തആല ഒരാളോടും ഏൽപ്പിച്ചിട്ടില്ല. എത്ര മനോഹരമായ, വൃത്തിയുള്ള, വിശാലതയുള്ള, അലിവുള്ള, സ്നേഹമുള്ള വാക്കുകളാണ് അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇത് അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന് വേണ്ടി ഇന്നലെയും ഇന്നും നാളെയും സമർപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യന്റെ ആയുസ്സിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്നലെ, ഇന്ന്, നാളെ. നീ ഉണ്ടോ? നീ ഉണ്ടെങ്കിൽ പറയും. ഈ 3 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഓടി കളിക്കണമൊക്കെ. ഇന്നലെ, ഇന്ന്, നാളെ കഴിഞ്ഞില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഓട്ടവും ചാട്ടവും നെട്ടോട്ടവും വെട്ടവും ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇന്നലത്തെ പേദലും കഴിഞ്ഞു. ഇന്നലത്തെ കഴിഞ്ഞു, അത് മടങ്ങിയില്ല. അതിൽ റിവേഴ്സ് ഗിയർ വീഴൂല. ആയുസിൽ റിവേഴ്സ് ഗിയർ വീഴൂല. വീഴോ? ഇല്ല. ഇന്നത്തെ ഇപ്പൊ എത്ര കിട്ടി, നാളത്തെ ഉറപ്പില്ല. ഇലയിക്കൽ നാളത്തെ നമുക്ക് ഉറപ്പില്ലല്ലോ. നാളെ ഉണ്ടാവോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ഷന്റെ പ്രചരണം, ഇലക്ഷനാണെന്ന് സ്ഥാനാർത്ഥികൾ വിജയപ്രഖ്യാപനം നടക്കണമത്ത് ഉണ്ടോന്ന് അറിയോ? കഴിഞ്ഞ ഇലക്ഷന്
ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ കബർ പോയിട്ടുണ്ട്, ജയിച്ചോര്. കാരണം ഓരോ റിസൾട്ട് വന്നപ്പോഴേക്കും ഓല് കബറിലാണ്. വോട്ട് ചെയ്ത കുറെ ആൾക്കാർ പ്രഖ്യാപനം വന്നപ്പോഴേക്കും ആ മഷീറ്റ് മയ്യത്തായിട്ടുണ്ട്. പള്ളിക്കാട്ടിലെ കബറുകളൊക്കെ തോണ്ടി വെക്കുകയാണ്. ഓരൊക്കെ ബെർലിന്റെ തലപ്പത്തിപ്പോഴുണ്ടാവും വോട്ട് ചെയ്ത മഷിപ്പോഴുണ്ടാവും. ആൾക്കാർ പോയിട്ടുണ്ടാവും. മനുഷ്യന്റെ ജീവിതം 3 ദിവസമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നത്തെ ഇപ്പൊ നമ്മക്ക് കിട്ടിയെന്ന് ഉറപ്പായി, നാളത്തെ ഉറപ്പില്ല. ഈ ഒറ്റ ദിവസമാണ് അമല ചെയ്യാനുള്ളത്. എന്നേക്കുമുള്ള അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ സുരക്ഷത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, യഥാർത്ഥ തറവാട് തിരിച്ചുപിടിക്കാൻ വേണ്ടി നമുക്ക് അധ്വാനിക്കാനുള്ളത് ഇന്ന് എന്നൊരു ദിവസം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിന് പാകപ്പിഴവുകൾ സംഭവിച്ചാൽ തന്നെ പേടിക്കണ്ട. അല്ല അങ്ങനെ ഒരു ഭീകരനൊന്നുമല്ല, പിടിച്ചു കയറാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിൽ അകത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരി. സെറ്റിങ്സ് ഉണ്ടല്ലേ? ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒതുക്കല്ലാത്ത മാതിരി ചെറിയ പരന്നു പോണ സ്വഭാവമുണ്ട്. മുമ്പത്തെ ആ റമദാന്റെയും പെരുന്നാളിനും ക്ലിയർ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നും കണ്ടിങ്ങനെ ഒന്ന് ഒതുക്കിയാൽ മതി. ഡിലെ ഒന്ന് കുറച്ചിട്ട് ബാസ് ഒന്ന് കൂട്ടിയാൽ മതി. ഡിലെ ഒന്ന് കുറച്ചിട്ട് ഒരു പോയിന്റ് കുറച്ചിട്ട് ബാസ് കൂട്ടിയാൽ മതി. അല്ലേ? അല്ല, അതിനു വേണ്ടി വേറെ ആള് അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആകാൻ നല്ലത് അതിന് വേണ്ടിട്ടല്ല. അത് മതി. ശരി. അപ്പൊ അള്ളാഹിനെ കുറിച്ചാണ് നമ്മളിതിൽ പറയണത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അള്ളാഹിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞമ്മക്ക് അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തിനനുസരിച്ചുകൊണ്ട് ശുക്ർ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. എന്താ ശുക്റുള്ളത്? എന്താണ് ശുക്റുള്ളത്? ചിന്തിച്ചോക്കണം നിങ്ങള്. ഞാൻ എന്നാളൊരു സ്ഥലത്ത് വായിച്ച നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. 11,000 ലിറ്റർ ഓക്സിജനാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത്. 11,000 ലിറ്റർ ഓക്സിജൻ ശ്വാസം ഒരു ദിവസം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ വേണം. ഈ വലിയുണ്ടല്ലോ, ഈ വലിയിൽ ഉള്ളിൽ പോയിട്ട് രക്തധമനിക്കുള്ളിലൂടെ ശ്വാസം പാസ് ചെയ്യണം എല്ലാത്തിലൂടെയും. എന്നിട്ട് പുറത്തേക്ക് വിടുന്നതോ കാർബൺ ഡൈ ഓക്സൈഡ്, വിഷം പോവാണ്. ഇതിന് ഒന്നിന് 1 റുപ്യ കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചാൽ 11,000 റുപ്യ ഒരു ദിവസം കൊടുക്കണം. ഒന്നിന് 1 റുപ്യ, 100 റുപ്യല്ല. മനുഷ്യൻ നിലനിൽക്കണ ഇതുകൊണ്ടാണ്, ഭക്ഷണം കൊണ്ടല്ല. ഭക്ഷണം ഇല്ലാതെ പിടിച്ചേക്കാം, ഒരാഴ്ചക്ക് വേണമെങ്കിൽ പിടിച്ചേക്കാം ഭക്ഷണം ഇല്ലാതെ. പക്ഷെ ശ്വാസം ഇല്ലാതെ ഒരാഴ്ച പിടിച്ചേക്കാൻ പറ്റും. ആ മനുഷ്യന്റെ നില ഇപ്പൊ ശ്വാസത്തിലാണ്. അപ്പൊ 11,000 ശ്വാസം വേണമെന്ന് പറയുമ്പോ ഒരു ശ്വാസത്തിന് 1 റുപ്യ കൊടുക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ ഇതിൽ ആർക്കാ കൊടുക്കണ്ടാവും? പക്ഷെ എത്ര ദിവസം കൊടുക്കുക? അള്ളാഹുവേ, ഈ ശ്വാസം അതിന്റെ പേരിൽ അള്ളാഹു തആല എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ കുടുങ്ങി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. കാരണം ഒരു 11,000 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ പറയാ ഒരു ശ്വാസത്തിന് 1 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? എന്നാ ശ്വാസം അവിടെ കട്ടെ. ഈ കണ്ണിങ്ങനെ വെട്ടുണ്ടല്ലോ വെറുതെ. ഇപ്പൊ എത്ര ആവശ്യങ്ങൾ അറിയാതെ കണ്ണിമ വെട്ടി ഓരോരുത്തരും നമ്മൾ അറിയണ്ട. നമ്മൾ കടന്റെ ഷട്ടർ താത്തണി നമ്മൾ പോയി തുറന്ന് താത്തണ്ടേ? ഇത് ഷട്ടർ ഇങ്ങനെ താഴുണ്ടല്ലോ, ഒന്നിനുണ്ട് താഴുണ്ട്, ഒന്നുണ്ട്. ഒരു ബാറ്ററി ഉണ്ട്, ആരെയിട്ട് കൊടുത്തുക്കണം. അല്ല പറയാണ് നിങ്ങളെ കണ്ണ് ഇമ വെട്ടണേന് നിങ്ങളെല്ലാരും ഓരോ റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര റക്അത്ത് നിസ്കരിക്കണം? അത് ചിന്തിക്കേണ്ട കാര്യമല്ലത്, ചിന്തിക്കേണ്ട കാര്യമില്ല. ഗുളികമ്മല് മനുഷ്യൻ നിൽക്കുവോ? നാളൊരു മുഅല്ലിം എന്നോട് പറഞ്ഞു ഞാൻ 16 ഗുളിക കുടിക്കണ്ടോ? ഈ 16 ഗുളിക അയാള് രാത്രി കുടിച്ചിട്ട് ആള് കിടന്നുറങ്ങല്ലേ? ഗുളികക്ക് ബുദ്ധിയില്ലല്ലോ. 16 ഗുളിക ഒരു 5-8 സോക്കെണ്ണായിരിക്കുമല്ലോ. ഈ ഓരോ രോഗവും മാറാൻ ഇവൻ ഉറങ്ങണ സമയത്ത് ബുദ്ധിയില്ലാത്ത ഈ മരുന്നിനെ ഓരോ സ്ഥലങ്ങളിലേക്കും വേർതിരിച്ചുകൊണ്ട് അതിനെ ഫലപ്രദമാക്കി കൊടുക്കുന്ന ആരാണ് ചിന്തിക്കണ്ടേ? യാ അല്ലാഹ്, മനുഷ്യന് സ്വന്തം ഉറങ്ങാൻ കഴിയോ? ബെഡ് നന്നായതുകൊണ്ട് ഉറക്കം വരുമോ? സമാധാനം, നല്ല കുപ്പായ കിട്ടാൻ സമാധാനം ഉണ്ടാവുമോ?
നല്ല പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. നല്ല വീടുണ്ടെങ്കിൽ നല്ല പൈസ, നല്ല വീട്, നല്ല വണ്ടി, നല്ല കുപ്പായം. എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട്? എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട്? അപ്പൊ ഇതൊക്കെ കൽബക്ക് അല്ലാഹു തആല ഇട്ട് തരണം. ആ റബ്ബ് ചെയ്ത നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്തു എന്ന് കരുതിയാൽ അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഇല്ല, സമിഅനാ വ അതഅനാ ഗുഫ്രാനക, നമ്മളെ മനസ്സ് എപ്പോഴും അതാണ്, ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അതാണ് പടച്ചോനെ, എന്റെ ഭാഗത്താണ് എപ്പോഴും അമളി. ഞാൻ വളരെ മോശപ്പെട്ട ആളാണ്, എന്റെ ഭാഗത്ത് വളരെ അമളിയുണ്ട്. അതുകൊണ്ട് നീ പൊറുക്കണേ, നീ പൊറുക്കണേ, നീ പൊറുക്കണേ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹി ഇസ്ലാമിന് കഠിനമായ രോഗം വന്നു. ശരീരത്തിന്റെ ചർമ്മങ്ങൾ പൊളിയാൻ തുടങ്ങി. മക്കളൊക്കെ മരിച്ചു. സമ്പത്ത് മുഴുവൻ ഇടിഞ്ഞുപോയി. നാട് കണ്ട ധനാഢ്യൻ, അഫ്കറുൽ ഫുഖറായി, ഏറ്റവും വലിയ ദരിദ്രനായി. സമ്പത്ത് പടച്ചോൻ പിൻവലിച്ചു. സന്താനങ്ങളെ കൊണ്ടുപോയി. കുടുംബങ്ങളൊക്കെ അകന്നു. മൃഗങ്ങൾ മുഴുവനും പോയി. ആടുകൾ മുഴുവനും പോയി. അവസാനം ശരീരം പോവാൻ നിൽക്കുകയാണ്. അപ്പൊ അവരുപയോഗിച്ച വാക്കെന്താ അറിയോ? പടച്ചോനെ, കത് മസ്സനിയുറു, പ്രശ്നം എനിക്കുണ്ട്, അന്ത അർഹമുർ റാഹിമീൻ, പക്ഷെ നീ കരുണക്കടലാണ് റബ്ബേ. കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണക്കടൽ ഈയാണ്. ആരോടെ പറഞ്ഞേ? പടച്ചോനാണ് ഒക്കെ കൊണ്ടുപോയത്. പൈസയും കൊണ്ടുപോയി, ആരോഗ്യം കൊണ്ടുപോയി, ആടുകളെയും കൊണ്ടുപോയി, ഒട്ടകങ്ങളെയും കൊണ്ടുപോയി, മക്കളെയും കൊണ്ടുപോയി. ആര്? പടച്ചോൻ. എന്നിട്ട് അയ്യൂബ് അലൈഹി ഇസ്ലാം പറയാണ്, ഈ വലിയ കാരുണ്യ ആളാണ്. പടച്ചോനെ, ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണ്ടേ? നമ്മളെ അവസ്ഥ എന്താ? ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, ജോലിയുണ്ട്, അൽഹംദുലില്ലാ, ഭയങ്കര ബർക്കത്തിലാ. അള്ള ഭയങ്കര കേട്ടോ, അള്ള ഭയങ്കരാണ്. പക്ഷെ ആരോഗ്യമാണ് പിൻവലിച്ചു, രോഗമായി, പ്രയാസമായി, പട്ടിണിയിലായി, എന്തോ കഷ്ടപ്പാട്. എന്താ പടച്ചോ ഇന്നെ എന്താ അള്ള കരുതിക്കണെന്ന് എനിക്കറിയില്ല. എന്താ അള്ള കരുതിക്കണേ എനിക്കറിയില്ല. അതിന് ഞമ്മക്കറിയില്ലെങ്കിൽ നമ്മളതായിട്ട് എന്തെങ്കിലും സാധനം വേണ്ട. ഞമ്മക്ക് നമ്മളതായിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ശരീരം നമ്മുടേതാണോ? രോമം നമ്മുടേതാണോ? ഭംഗി നമ്മുടേതാണോ? ചർമ്മം നമ്മുടേതാണോ? ആരോഗ്യം നമ്മുടേതാണോ? മക്കൾ നമ്മുടേതാണോ? സമ്പത്ത് നമ്മുടേതാണോ? സന്താനം നമ്മുടേതാണോ? ഒന്നും നമ്മളതല്ലല്ലോ, ഒക്കെ അള്ളാന്റേതാണ്. രോമം അള്ളാന്റെ അല്ലേ? അതുകൊണ്ടല്ലേ നിരക്കണേ. എന്റെ രോമം നിരക്കാൻ എനിക്ക് ബോധിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ രോമം നിരക്കാൻ ബോധിയുണ്ടോ? ഇല്ല, ബോധിയില്ല. ഒരു ചെറിയ പൊടി ചെറുതായിട്ട് കൊടുത്താൽ എത്ര മതി? ഇപ്പൊ കുഴപ്പമില്ല, അത് മതി, ഇങ്ങനെ മതി, കുഴപ്പമില്ല. അതെ അതെ, അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടോ? അല്ലാഹു അക്ബർ ഉണ്ടോ? ഉണ്ടോ? വരുന്നുണ്ടോ? അല്ലാഹു അക്ബർ ബിനിമിന് വരുന്നുണ്ടോ? ഉണ്ടോ? റെഡിയാ? വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊടിയും കൂടി കുറച്ച് കേട്ടോ. അത് ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇരുത്ത നാളത്തെ പൊരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കട്ടെ. ജീവിതം ഇന്ന് ഇന്നലെ നാളെ, ഇന്നലെ ഇന്ന് നാളെ മാത്രമേ ഉള്ളൂ. നാളത്തെ നമുക്ക് ഉറപ്പില്ല. ഇന്നത്തത് അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹുവേ, പാവങ്ങളായ, പാപികളായ, രോഗികളായ, ഒന്നുമല്ലാത്ത വിവരം കുറഞ്ഞ ആഖിർ സമാനിലുള്ള ഞങ്ങൾ സുബൈക്ക് പള്ളിയിൽ നിസ്കരിച്ചിരിക്കുന്നത് നീ സ്വർഗത്തിന് കാരണമാകുന്ന അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാഹ്. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. ആയുസ് നിന്റെ ത്വഅത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാൻ, കുടുംബത്തെ പോറ്റാൻ പൈസ നൽകണേ അല്ലാഹ്. ആരാന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഗതികേട് നൽകല്ല അല്ലാഹ്. അല്ലാഹു ഇസ്സത്ത് പണയപ്പെടുത്തേണ്ട അവസ്ഥ നൽകല്ല അല്ലാഹ്. പടച്ചവനെ, ഈ സാസിൽ മക്ക മദീന ഉദ്ദേശിച്ച ആളുകളുണ്ട്. അവർക്ക് ഹജ്ജുമുറകൾക്കും സിയാറത്തിനും ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്.
19-ാം തീയതി പോകുന്ന VKS അടക്കം അല്ലാഹുവേ അവർക്കും അവരുടെ ഫാമിലി, അതുപോലെ ഈ നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും പോകുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറും ഹജ്ജുംറകൾക്കും മറളിയായ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറമുകളെ തൊട്ട് ഞങ്ങളെ നീ അകറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ പലവട്ടം എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവെ പെടുന്നതിനെ ഒന്നും മരിപ്പിക്കല്ല അല്ലാഹ്, ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്, ബാധ്യതകൾ ബാക്കിയാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ തലമുറകളെ നീ സ്വർഗസ്ഥരാക്കണേ അല്ലാഹ്, നരകത്തിലേക്കുള്ള വിറകാക്കി ഒരാളെയും മാറ്റല്ല അല്ലാഹ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് ഞങ്ങൾ വൃത്തിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ ഇവിടെ കടലിലും കരയിലും ഇറങ്ങി കുടുംബത്തെ പോറ്റുന്ന ആളുകളുണ്ട്. അല്ലാഹുവെ അവർക്ക് നീ ത്വാഖത്ത് നൽകണേ അല്ലാഹ്, നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹലാലായ വിഭവങ്ങൾ നൽകണേ അല്ലാഹ്. പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധക്കെടുതി റബ്ബേ നീ അതിന് ശാന്തി നൽകണേ അല്ലാഹ്. ഈ തീജ്വാല നീ അണക്കണേ അല്ലാഹ്. എത്ര അണച്ചിട്ടും പിന്നെയും പൊങ്ങുകയാണല്ലോ റബ്ബേ, നീ അത് ഇടപെട്ടുകൊണ്ട് അണച്ചു തരണേ അല്ലാഹ്. പ്രവാസികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم صحابي أجمعين. سبحان ربك الحمد لله رب العالمين. السلام عليكم ورحمة الله.